ആഭരണങ്ങളുമെല്ലാം മോഷണം പോകുന്ന വാർത്തകൾ ദൈനംദിനം നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ 1 കോടിയോളം രൂപ വിലമതിക്കുന്ന ഒച്ചുകളെ മോഷ്ടിച്ചുവെന്ന അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഫ്രാൻസിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകപ്രശസ്തമായ ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് കോടികൾ മൂല്യമുള്ള ആഭരണങ്ങളും രത്നങ്ങളും മോഷ്ടിക്കപ്പെട്ടതിന് പിന്നാലെയാണ് മറ്റൊരു കവർച്ച കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് വളർത്തിയ ഒച്ചുകളെയാണ് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ കവർന്നത്. ഫ്രാൻസിലെ എസ്കാർഗോട്ട് ഡെസ് ഗ്രാൻസ് എന്ന ഫാമിലായിരുന്നു സംഭവം. മോഷണത്തെക്കുറിച്ച് അറിഞ്ഞതിന്റെ അമ്പരപ്പിൽ നിന്ന് മുക്തമായിട്ടില്ലെന്നാണ് ഫാം അധികൃതർ പോലും പറയുന്നത്. ഫ്രാൻസിലെ ഷാംപെയിൻ പ്രദേശത്ത് നിന്നും ഏകദേശം 450 കിലോയോളം ഒച്ചുകളെയാണ് ഞായറാഴ്ച രാത്രി മോഷ്ടാക്കൾ കടത്തിയത്. 10,000 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നത്ര ഒച്ചുകളെയാണ് ഫാമിൽ നിന്നും നഷ്ടമായിരിക്കുന്നതെന്നും ഇത് കനത്ത ആഘാതമാണ് ഈ അവധി ദിനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഫാം അധികൃതർ അറിയിച്ചു. പ്രമുഖമായ റെസ്റ്റോറന്റുകളിൽ വിതരണം ചെയ്യാനായിട്ടാണ് ശുദ്ധമായ ഒച്ചുകളെ ശീതീകരിച്ച് സൂക്ഷിച്ചിരുന്നത്. വേലികൾ അറുത്ത് മറ്റ് സുരക്ഷാ സംവിധാനം തകർത്തുകൊണ്ട് ഫാമിനുള്ളിലെ കോൾഡ് സ്റ്റോറേജ് റൂമുകളിൽ നിന്നാണ് ഒച്ചുകളെ മോഷ്ടിച്ചിരിക്കുന്നതെന്ന് ഫാം നടത്തിപ്പുകാരനായ ജീൻ മാത്യു ഡോവെൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ സംഘടിതമായ ഒരു ശൃംഖലയുണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ക്രിസ്മസ് ഡെലിവറിയായി കരുതിയിരുന്ന ഈ ഒച്ചുകൾ പഫ് പേസ്ട്രിയിലെ പ്രധാന ചേരുവകളിൽ ഒന്നാണ്. ചേംബേഴ്സ് ഓഫ് അഗ്രികൾച്ചറിന്റെ വിവരപ്രകാരം 14,300 ടൺ ഒച്ചുകളെയാണ് ഫ്രാൻസുകാർ കഴിക്കുന്നത്. അവയിൽ 95% ഇറക്കുമതി ചെയ്യുന്നതാണ്. വിചിത്രവും അമ്പരപ്പിക്കുന്നതുമായ ഒച്ചുമോഷണത്തിന് പിന്നാലെ ഉടൻ തന്നെ ഇവയെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കാനാണ് ഉത്പാദകരുടെ തീരുമാനവും. 271 ഒച്ചു ഫാമുകളാണ് ഫ്രാൻസിലുള്ളത്. തന്റെ ഫാമിനെ തന്നെ ലക്ഷ്യമിട്ടത് അതിന്റെ ഉന്നത നിലവാരം മനസ്സിലാക്കിയാണെന്നും ഫാം ഉടമ കൂടിയായ ജീൻ മാത്യു ആരോപിക്കുന്നുണ്ട്. ഫാം 1 വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒച്ചുകളാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 3,50,000 ഒച്ചുകളെയാണ് ഇവിടെ വർഷാവർഷം ബ്രീഡ് ചെയ്യുന്നത്. മോഷ്ടിക്കപ്പെട്ട ഒച്ചുകളുടെ സ്റ്റോക്കിൽ ചിലത് കഴിക്കാൻ കഴിയാത്തവയാണെന്നും ഫാം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവ സൂക്ഷിച്ചിരുന്ന ഒഴിഞ്ഞ നിലയിലുള്ള റെഫ്രിജറേറ്ററുകളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്.